Morning. Good morning, Miss. Good morning, ma'am. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ആവശ്യകതകളെ കുറിച്ചാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. Patient satisfaction is an important scale to measure overall healthcare quality. അപ്പൊ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? ആൻ ഇമ്പോർട്ടന്റ് സ്കെയിൽ ടു മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതിന്റെ ഒരു അളവ്, അതിനെയാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കാനായിട്ടുള്ള ഒരു അളവ് പോലെ അല്ലെങ്കിൽ നല്ലൊരു മാർഗം എന്ന് patient satisfaction പറയുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Patient satisfaction is an important scale to measure overall healthcare quality. With the help of patient satisfaction surveys, continue measuring to patient satisfaction and improving patient experience can be attained. അറിയാം എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ഫീഡ്ബാക്കുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഫീഡ്ബാക്ക് ലഭിക്കുന്നത് വഴി എവിടേക്കാണ് എന്താണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സർവേയിലൂടെ അവരുടെ ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് എവിടേക്കാണ്, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതുവഴി അവിടേക്ക് വരുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഈസ് ആൻ ഇൻവാല്യുബിൾ അല്ല, വാല്യുബിൾ ആണ് കേട്ടോ. ഇന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. ഓക്കെ, ഇന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. ഇറ്റ് ഈസ് ആൻ വാല്യുബിൾ ടൂൾ ടു ക്യാൻ patient feedback without much effort. അപ്പൊ എന്താണ് ഈ പേഷ്യന്റ് ഫീഡ്ബാക്കിലൂടെ നമുക്ക് എന്താണ് ഒരു വാല്യുബിൾ ടൂൾ ആണ് ഈ സർവേ എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വാല്യുബിൾ ടൂൾ ആണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവേയിലൂടെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയുന്നതിലൂടെ അവർക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് അറ്റൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് സ്കെയിൽ ആണ് അല്ലെ. ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള, മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അളവുകോല് അല്ലെങ്കിൽ നല്ലൊരു മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്കൊരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് മെഷർമെന്റിന് സഹായിക്കുന്നുണ്ട്. എന്ത് മെഷർമെന്റിനാണ്? എന്ത് നോക്കാനായിട്ടാണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യന്റ് സംതൃപ്തരാണോ, അതുപോലെ എന്തെങ്കിലും നമുക്കറിയാം ഇനി എന്തെങ്കിലും എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ. 5 reasons why you should measure patient satisfaction. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിന്റെ, മെഷർ ചെയ്യുന്നതിന്റെ 5 കാരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പിക്ചർ? ഓക്കെ, ഫസ്റ്റ് പിക്ചർ എന്താണ്? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ്? ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. Third one, to know angry and lifted patients. ഇനി എന്താണ്? നാലാമത്തെ കാര്യം, ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. അഞ്ചാമത്തെ റീസൺ എന്താണ്? ടു ഇംപ്രൂവ് പേഷ്യന്റ് റിറ്റൻഷൻ റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന്റെ 5 റീസൺസ് ആയിട്ട് പറയുന്നത്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ, ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ് അല്ലെ. ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നു. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്.
പ്രൊവൈഡ് ടോപ്പ് tier patient care services. ഉയർന്ന നിലവാരത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഗുണമേന്മ അല്ലെ നിലവാരത്തിലുള്ള പരിചരണം രോഗി സേവനം പരിചരണം നൽകുന്നുണ്ട്. ഇനി എന്താണ് ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പെർഫോമൻസ് അളക്കാനായിട്ട് എന്ത് വഴി സാധിക്കുന്നുണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വഴി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് എന്താണ് ടു നോ ആംഗ്രി ആൻഡ് പേഷ്യൻസ്. എന്താണ് ആംഗ്രി എന്ന് പറഞ്ഞാല്? ആംഗ്രി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അല്ലെങ്കിൽ ആംഗ്രി എന്താണ് അതിന്റെ മീനിങ് എന്താ? ദേഷ്യം വരുന്നത് അല്ലെ? ദേഷ്യം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസ്. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ പറയുന്നത്? ടു നോ ആംഗ്രി പേഷ്യൻസ് വരാം, അതുപോലെ തന്നെ മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസും വരാം. അപ്പൊ അവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. അവരുടെ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്ന പേഷ്യൻസിന് കിട്ടുന്ന അനുഭവങ്ങള് ഇംപ്രൂവ് ചെയ്യാൻ. ഇതിൽ നിന്ന് കിട്ടുന്നത് പേഷ്യന്റ് കെയറിൽ നിന്ന് കിട്ടുന്നത് അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ആ പേഷ്യൻസ് കെയറില് നല്ലൊരു അനുഭവം രോഗികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൻഷൻ എന്താ? റിട്ടൻഷൻ ധാരണ കേട്ടോ. പേഷ്യൻസിന്റെ ധാരണ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള 5 റീസൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോ റീസൺസിനെയും കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ടു പ്രൊവൈഡ് ടോപ്പ് tier patient care services. എന്താ പറയുന്നത്? നല്ലൊരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. Measuring patient satisfaction helps the hospital ascertain the area of improvement and centers on to provide better patient care services. Achieving a high level of satisfaction is directly dependent on the high quality patient care services given by the team of specialized doctors and the hospital staff. The entire staff must consider patient with one nurse from the receptionist to arrange the appointments, doctors providing the right treatment, to the nurse taking vital status of the patients. So ഇവിടെ പറയുന്നത് എന്താണ്? പ്രൊവൈഡ് ടോപ്പ് tier patient care services. നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള സർവീസസുകള് പേഷ്യൻസിന് കൊടുക്കുന്നത് അല്ലെ? സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്. മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്പ് ദ ഹോസ്പിറ്റൽ അസർട്ടൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുക. The area of improvement and centers on to the provide better patient care services. രോഗികൾക്ക് ബെറ്റർ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് സൗകര്യങ്ങളിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിന് ഉപകരിക്കുന്നുണ്ട്. ഓക്കെ, ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിലൂടെ അവർക്ക് കൊടുക്കുന്ന ബെറ്റർ കെയർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് നമ്മൾ ഓരോ ഹോസ്പിറ്റലിൽ കൊടുക്കും അല്ലെ? ഓരോ രോഗികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വഴി നമുക്ക് അളക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്താണ്? അച്ചീവിംഗ് എ ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ is directly dependent on the high quality patient care services given by the team of specialized doctors and hospital staffs. അപ്പൊ എന്താണ്? ഉയർന്ന നിലവാരത്തിലുള്ള ഈ സംതൃപ്തി, ഉയർന്ന നിലവാരത്തിലുള്ള ആ സാറ്റിസ്ഫാക്ഷൻ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട്
ഉയർന്ന നിലവാരത്തിലുള്ള ഒരു പേഷ്യന്റ് കെയറിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അല്ലെ. അത് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ രോഗികൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ഗുണനിലവാരത്തിലുള്ള കെയർ രോഗികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഇപ്പൊ ഒരു ഡോക്ടർമാരായാലും അതുപോലെ തന്നെ നഴ്സുമാര് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയാലും അവരിൽ നിന്ന് ലഭിക്കുന്ന നല്ലൊരു സർവീസ്, നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള സർവീസ് ആണെങ്കിൽ ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു രോഗി പരിചരണമാണ് രോഗികൾക്ക് അവിടെ ലഭിക്കുന്നത് അല്ലെ. ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ നഴ്സുമാരായാലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ ആണെങ്കിൽ രോഗികൾക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, നല്ലൊരു ഗുണനിലവാരമുള്ള കെയർ ആണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. അവർക്കൊരു എക്സ്പീരിയൻസ്, നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ അവൈലബിൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സ്റ്റാഫ് മസ്റ്റ് ബി കൺസിഡേർഡ് പേഷ്യന്റ് കെയർ അല്ലെ. നല്ല രീതിയിൽ എല്ലാ സ്റ്റാഫും, ഇപ്പൊ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ ആവില്ല, അവര് മാത്രം കെയർ കൊടുത്താലോ ഒരു പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താണ്, ഇന്ത്യൻ സ്റ്റാഫ് അല്ലെ, ഹോസ്പിറ്റലിലുടനീളമുള്ള ഓരോ സ്റ്റാഫുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എന്നിരുന്നാൽ മാത്രമേ അവിടെ വരുന്ന ഓരോ രോഗികൾക്കും എന്ത് ലഭിക്കുകയുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എന്താണ്, അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ എൻജിഒ സ്റ്റാഫ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് കൂടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ റിസപ്ഷൻ മുതല് റിസപ്ഷനിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യങ്ങള്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് റൈറ്റ് ട്രീറ്റ്മെന്റുകൾ അല്ലെ, ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള കൺസൾട്ടേഷൻ ലഭിക്കുന്നത് വഴി, റൈറ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത് വഴി, അതുപോലെ തന്നെ നഴ്സുമാര് എന്താണ്, പേഷ്യൻസിലെ സുപ്രധാനമായിട്ടുള്ള സ്ഥിതി വിവരങ്ങള് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് നഴ്സുമാര് സഹകരിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ രോഗികൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ഹോസ്പിറ്റലുകള് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എവിടെ തൊട്ട് ചെയ്യണം, റിസപ്ഷൻ തൊട്ട് ബാക്കിയുള്ള അടിമുടി നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാ സ്റ്റാഫുകളും സഹകരിച്ച് പ്രവർത്തിച്ചാലേ പേഷ്യൻസിന് എന്ത് ലഭിക്കുകയുള്ളൂ, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയുള്ളൂ. ഇനി എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഹോസ്പിറ്റൽ ഡു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസസ്. അപ്പൊ എന്താണ്, പേഷ്യന്റ് കെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഒരു 5 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനെസ് ഇൻ ടൈം അല്ലെ. നമുക്കൊരു രോഗി ഹോസ്പിറ്റലിൽ എന്താണ് വയറുവേദനയായിട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് എഴുതി വിട്ട് കഴിഞ്ഞാല് ഒരു രോഗി പറയുകയാണ്, ചിലപ്പോ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര കഠിനമായ വേദനയാണ്, മരുന്നുകൾ കഴിച്ചിട്ട് മാറുന്നില്ല. വീണ്ടും ആ ഡോക്ടർ മരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോ ഗുളികകൾ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്താണ് വയറുവേദന വരാനായിട്ടുള്ള കാരണം എന്ന് ഡയഗ്നോസിസ് ചെയ്ത് നോക്കണം അല്ലെ. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അതാണ് അവിടെ പറയുന്നത്, ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസിസ് ദ ഇൽനെസ് ഇൻ ടൈം. കറക്റ്റ് ടൈമിൽ കൃത്യസമയത്ത് തന്നെ ടെസ്റ്റുകളെ കണ്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് കൊടുക്കണം, രോഗിക്ക് ആ രോഗം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. എന്താണ് രോഗം എന്നുള്ളത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇനി എന്താണ്, ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. എന്താ പറയുന്നത്, ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണാനുള്ള സൗകര്യങ്ങള് രോഗികൾക്ക് ചെയ്തു കൊടുക്കണം. ഓക്കെ, ഫിസിഷ്യനെ നമ്മൾ പറഞ്ഞു ഒരു ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ് ഒക്കെ ചെയ്യുന്നത് വഴി അയാളുടെ രോഗം നമുക്ക് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ആ ടെസ്റ്റ് റിസൾട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫിസിഷ്യനെ കണ്ട് രോഗം എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണ്, ഡോക്ടറെ കാണാനായിട്ടുള്ള സൗകര്യങ്ങള് പേഷ്യൻസിന് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. റെക്കമെൻഡ് റൈറ്റ് ട്രീറ്റ്മെന്റ്. നമുക്കറിയാം എന്താണ് റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശുപാർശ ചെയ്യുക അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം, ഏതൊക്കെ ട്രീറ്റ്മെന്റിലൂടെ പോകണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുക. ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇപ്പോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വളരെയധികം നല്ല രീതിയിലാണ് അല്ലെ
അവിടുത്തെ ചാർജ് അല്ലെങ്കിൽ ഫീ എന്ന് പറയുന്നത് ഡോക്ടേഴ്സിനെ കാണാനായിട്ടും അതുപോലെ തന്നെ എന്താണ് മരുന്നുകൾ വാങ്ങിക്കാനായിട്ടും സ്കാനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ നല്ല രീതിയിലുള്ള ഫീ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് താങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ. അപ്പോ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ആയിരിക്കണം രോഗികൾക്ക് കൊടുക്കേണ്ടത്. സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റുകളായിരിക്കണം അല്ലെങ്കിൽ ഫീകളായിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി എന്താണ്, പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്മിറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ആക്കി രോഗികളെ വിടുന്നുണ്ട് അല്ലെ. അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഡോക്ടർ പറയാറുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഡോക്ടറെ വന്ന് കാണണം പറയാറില്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? ഫോളോ അപ്പ് കെയർ കൊടുക്കാനായിട്ട് അല്ലെ. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ മരുന്നുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇനി ടാബ്ലറ്റുകൾ കഴിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, മരുന്ന് നിർത്തേണ്ടി വരുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്ന് കാണാൻ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പേഷ്യന്റ് സർവീസ് പേഷ്യന്റ് കെയർ എന്താണ് ഹോസ്പിറ്റലുകളില് അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, കറക്റ്റ് ആയിട്ട് രോഗം നിർണയിച്ച് ഡയഗ്നോസിസ് ചെയ്ത് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യസമയത്ത് തന്നെ ഫിസിഷ്യനെ കാണാനായിട്ടുള്ള സൗകര്യങ്ങൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ കറക്റ്റ് ട്രീറ്റ്മെന്റുകൾ ശുപാർശ ചെയ്ത് കൊടുക്കുക. കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കുക അല്ലെ. എല്ലാ ട്രീറ്റ്മെന്റിനും കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കുക. സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റുകളായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കൊക്കെ കഴിഞ്ഞിട്ട് രോഗികളോട് വന്ന് കാണാനായിട്ട് പറയും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി അത് എന്താണ്, ഇപ്പൊ ചിലപ്പോ രോഗം മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ് നിർത്തണോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും മരുന്നുകൾ ചെയ്യണോ, അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസിന് നൽകുന്നുണ്ട്. ഇനി നോക്കിയേ, ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റർഡ് കെയർ. ഓക്കെ, എന്താണ് പേഷ്യന്റ് സെന്റർഡ് കെയറിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്ത്രങ്ങള് നടപ്പിലാക്കുന്നുണ്ട്. നല്ല രീതിയിൽ പേഷ്യൻസ്, അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാനായിട്ടുള്ള തന്ത്രങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ പറയുന്നത്, ചിത്രം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ഫസ്റ്റ് വൺ എന്താണ്? ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. സെക്കൻഡ് വൺ, ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ, പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. നാലാമത്തെ പോയിന്റ് എന്താണ്? Give unconditional love and support, reduce unnecessary follow-up visits. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സ്ട്രാറ്റജീസിൽ വരുന്നത് ഏതൊക്കെയാണ്? ടൈമിലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്, കൃത്യസമയത്ത് രോഗനിർണയം നടത്തണം. എന്താണ് അസുഖം എന്ന് ഉള്ളത് നമ്മൾ കൃത്യസമയത്ത് തന്നെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇൻക്രീസ് ദ ആക്സസ് ടു ഫിസിഷ്യൻ അല്ലെ. പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുക. ആ രോഗിയെ എന്ത് ചെയ്യണം? ഫിസിഷ്യനെ കാണാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. കുറഞ്ഞ ചെലവിൽ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Give unconditional love and support. എന്താണ്? ഓരോ സ്റ്റാഫുകളും നമ്മൾ ഇപ്പോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സ്റ്റാഫ് നഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളെ അടുത്തിരുന്ന് എന്നും എപ്പോഴും വിളിച്ചാൽ അവര് അരികത്തുണ്ടാവും അല്ലെ. അവർക്ക്
രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, എന്താണ് രോഗം, അവരുടെ കണ്ടീഷൻ എന്താണെന്ന് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, രോഗികളുടെ അടുത്തിരുന്ന് അവര് കെയർ കൊടുക്കുന്നവരാണ് സ്റ്റാഫ് നഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള ഡോക്ടേഴ്സ് ആയാലും ഫിസിഷ്യൻ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകൾ, അതർ സ്റ്റാഫുകൾ ആയാലും എന്താണ് ചെയ്യേണ്ടത്, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, അല്ലെ, ഒരു കെയർ കൊടുക്കുക, ലവ്, അല്ലെ, ലവ് ആൻഡ് സപ്പോർട്ട് രോഗികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്, ആവശ്യമില്ലാതെയുള്ള ആ ഫോളോ അപ്പുകൾ എന്ത് ചെയ്യണം, കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമില്ലാത്ത ഫോളോ അപ്പുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്, ഫസ്റ്റ് വണ്ണിൽ വരുന്നത്. 5 reasons ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് റീസൺസ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ patient care services. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഏതാണ് അഞ്ചാമത്തെ പോയിന്റ്? ടെക്സ്റ്റിൽ ക്ലിയർ അല്ല. ഇതാണോ സ്ട്രാറ്റജീസ് ആണോ ശ്രീലക്ഷ്മി ചോദിച്ചത്? ഓക്കെ, എന്നൊരു വലുതാക്കി തരാൻ. ജസ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പോഴോ? അഞ്ചാമത്തെ പോയിന്റ് റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. ക്ലിയർ ആയോ? റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. ആവശ്യമില്ലാത്ത ഫോളോ അപ്പുകൾ കുറയ്ക്കുക. ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, ഇനി ഒരാഴ്ച വന്ന് കാണും, ചിലപ്പോ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും, പിന്നെയും വന്ന് കാണാൻ പറയും. എന്താ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണ്? ആയിരിക്കാം കാരണം ഫീസ് കിട്ടും, അതുപോലെ തന്നെ മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അല്ലെ കമ്മീഷൻ കിട്ടാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. അവർക്കറിയാം ഇത്ര എന്താണ് ഒരു മാസം ഇത്ര മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കമ്മീഷനും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള അൺനെസസറി ആയിട്ടുള്ള ഫോളോ അപ്പുകൾ ഒഴിവാക്കുക. ചിലപ്പോ അവരുടെ അസുഖം ഭേദമായിട്ടുണ്ടാവും, എന്നാലും ഡോക്ടേഴ്സ് പറയാറുണ്ട്, ചില ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഇന്ന മരുന്ന് കഴിച്ചോളൂ കേട്ടോ, ഇത്രയും ദിവസം കഴിക്കണം, അല്ലെങ്കിൽ ഇനി ഇത്രയും നാള് കഴിയുമ്പോ വന്ന് കാണാൻ പറയും. ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് കമ്മീഷനും അവർക്ക് ഫീയും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. കഴിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. എന്താണ് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് അളക്കാനായിട്ടല്ലേ നമ്മൾ രണ്ടാമത്തെ റീസൺ ആണ് നോക്കുന്നത്. നോക്കാം. It's necessary to keep a pulse on hospital staff's performance at regular intervals. Happy patients will give better patient care. If the patient are not satisfied with their visit,
There's a possibility that the patient will choose for services from another provider. Therefore, it's necessary to listen to the patients, which will make them feel strengthened. ഇവിടെ പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ആ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പെർഫോമൻസ് അളക്കാനായിട്ട് അല്ലെ, നമുക്കറിയാം എന്താണ് കൃത്യമായിട്ടുള്ള ഇന്റർവെൽസില് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ഓരോ ഘട്ടങ്ങള് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ നമ്മൾ അവിടുത്തെ സ്റ്റാഫുകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കറക്റ്റ് ആണോ, അവരുടെ ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ് പ്രവർത്തനങ്ങള് വിലയിരുത്തണം. ഇനി എന്താണ് പറയുന്നത്? നല്ല സ്റ്റാഫുകൾ അല്ലെ, ഹാപ്പി സ്റ്റാഫ് വിൽ ഗിവ് ബെറ്റർ പേഷ്യന്റ് കെയർ. നല്ല സ്റ്റാഫുകൾ അല്ലെ, അപ്പൊ അവർക്ക് അവരുടെ സാലറി അല്ലെങ്കിൽ അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ നല്ല രീതിയിലാണെങ്കിൽ ആ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ടും വർക്ക് ചെയ്യാനായിട്ടും ഓരോ കാര്യങ്ങളും ഡ്യൂട്ടീസുകളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് അവര് ഹാപ്പി ആയിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഹാപ്പി സ്റ്റാഫുകള്, സന്തോഷമുള്ള സ്റ്റാഫുകൾ എന്ത് കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്? ബെറ്റർ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് നല്ല രീതിയിൽ രോഗി പരിചരണം കിട്ടുന്ന, അങ്ങനെ നല്ല രീതിയിൽ രോഗി പരിചരണം കിട്ടുന്ന അല്ലെ. If the patient are not satisfied with their visit, there is a possibility that the patient will choose the services from another. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? അണ്ടർ പ്രൊവൈഡർ. അവിടെ പറയുന്നത് നല്ല രോഗി പരിചരണം കിട്ടുന്ന ഒരു ഹോസ്പിറ്റലുകൾ ആണെങ്കിൽ രോഗികൾക്ക് അവിടെ തുടരാനായിട്ടും അവരെന്താണ് അവിടെ സർവീസുകൾ സ്വീകരിക്കാനായിട്ടും അവര് ഹാപ്പി ആയിരിക്കും, അതുപോലെ തന്നെ അവര് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇനി അതർവൈസ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? വേറെ ഒരു ഹോസ്പിറ്റല് ചൂസ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അവിടെ നിന്നും ആ ഹോസ്പിറ്റലിൽ നിന്നും മാറി അവര് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവര് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഇടവരുന്നുണ്ട്. വേറെ ഹോസ്പിറ്റലിലോട്ട് അവര് പോവാനായിട്ട് ഇടവരും ഇല്ലേ. നല്ല രീതിയിലുള്ള ബിഹേവിയർ അല്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പരിചരണമല്ല ലഭിക്കുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും അവര് പോവാനായിട്ട് ചാൻസ് ഉണ്ട് ഇല്ലേ. ഞാനൊരു കേസ് ഇന്നലെ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിറ്റിൽ ഫ്ലവറിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, എല്ലാ കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടവരാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവരുടെ നീഡ്സ്, വാൻസ് മനസ്സിലാക്കി, റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ, അതുപോലെ തന്നെ അവര് കെയർ ചെയ്യുന്ന നഴ്സുമാരാണെങ്കിൽ അവിടെ നിൽക്കാനായിട്ടും അവര് തുടർന്നുള്ള ട്രീറ്റ്മെന്റിനായിട്ടും അവര് സഹകരിച്ചു പോകും അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ വേറെ ഹോസ്പിറ്റലില് അവര് പോവാനായിട്ട് ഇടവരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റാഫുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നല്ല രീതിയിൽ രോഗികളെ നല്ല രീതിയിൽ പരിചരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ നീഡ്സ് മനസ്സിലാക്കി, വാൻസ് മനസ്സിലാക്കി. ചിലവര് ഇപ്പൊ രോഗികൾ പറയുന്നത് കേൾക്കാനൊന്നും തയ്യാറാവില്ല. അപ്പൊ അവരെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട് എന്ന് അവരുടെ ഉള്ളിൽ തോന്നണം അല്ലെ. നല്ലൊരു അനുഭവം രോഗികൾക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ശ്രമിക്കും. ഇനി നെക്സ്റ്റ് നോക്കാം. What can the hospital to do improve staff performance? സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. നമ്മൾ പറഞ്ഞില്ലേ, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാഫിന് എന്താണ് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ആ ഹോസ്പിറ്റലിലോട്ട് വന്ന് പ്രവർത്തിക്കാനായിട്ട് അവര് സംതൃപ്തരായിരിക്കും. അവർക്കും എന്ത് വേണം? സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലെ. എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദി റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഡ്യൂട്ടീസ് അറിഞ്ഞുകൊണ്ട് എന്റെ ഡ്യൂട്ടി എന്താണ്, ഞാൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണ്, എന്റെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളത്
അറിഞ്ഞ് മനസ്സിലാക്കി ഓരോ സ്റ്റാഫുകളും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങള് അവര് അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഹോസ്പിറ്റല് എൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഉറപ്പുവരുത്തുക. കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. ഇനി നമ്മൾക്ക് പേഷ്യൻസിന്റെ ഇടയിൽ മാത്രം ഇങ്ങനെയുള്ള സർവേ നടത്തിയാൽ പോരാ, വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിലും സർവേ നടത്തണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സർവേ നടത്തുന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാവാം ഇങ്ങനെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്? ഫീഡ്ബാക്ക് അറിയാനായിട്ടല്ലേ. എന്ത് ഫീഡ്ബാക്ക് അറിയാമോ? ഫീഡ്ബാക്ക് അറിയാം. എന്തിനെ കുറിച്ചുള്ളതാണ്? അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവര് ജോലി ചെയ്യുന്ന ആ ജോലിയിൽ അവർ സംതൃപ്തരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടിയിലോ റെസ്പോൺസിബിലിറ്റിയിലോ അവർക്ക് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ ഓവറോൾ ആയിട്ടുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങള് ഈ സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫീഡ്ബാക്കുകൾ, അവരുടെ ഫീഡ്ബാക്കുകൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് എന്താണ് സംതൃപ്തരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പക്ഷം എന്താണ്, അവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് അഡ്മിനിസ്ട്രേഷൻ ശ്രമിക്കുന്നതാണ്. ഇനി എന്താണ്? മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ് ടു എൻഹാൻസ് ദെയർ പെർഫോമൻസ്. ഇവിടെ പറയുന്നത് ചില ആളുകൾക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും. ഇപ്പോ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന, ഇപ്പൊ നമ്മുടെ ഈ കോഴ്സിൽ പഠിക്കുന്ന ഇപ്പോ ആർക്കെങ്കിലും ചിലപ്പോൾ പാട്ട് പാടാൻ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പാട്ട് പാടും, നല്ല രീതിയിൽ ഡാൻസ് കളിക്കും ഇല്ലേ. പക്ഷെ എന്താണ്, അവർക്കത് പറയാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചില ആളുകളുണ്ട് പിൻവലിഞ്ഞു നിൽക്കുന്നത് അല്ലെ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? എന്നെ കൊണ്ട് പറ്റില്ല, മടിയാണ് അല്ലെ, അല്ലെങ്കിൽ നാണം അല്ലെ, ഷൈ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മാറി നിൽക്കാറുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ അവരുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അത് പ്രകടിപ്പിക്കാനായിട്ട്, അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? ഓരോ സ്റ്റാഫുകളുടെ ഇടയിലും അവർക്ക് നല്ല രീതിയിലുള്ള അവരുടേതായിട്ടുള്ള കഴിവുകൾ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും അല്ലെ. ഇൻട്രോവേർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സ്റ്റാഫുകളുടെ ഇടയിലുള്ള അവരുടെ ആ പെർഫോമൻസ്, അവരുടെ ഉള്ളില് ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള പെർഫോമൻസുകൾ, അങ്ങനെയുള്ള കഴിവുകള് അവര് മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവർക്ക് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. നമുക്കറിയാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളാണെങ്കിൽ അല്ലെ, അതൊരു സ്ട്രാറ്റജി ആണെന്ന് പറയാൻ പറ്റും അല്ലെ. ഏതൊരു ഓർഗനൈസേഷനിലും ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രമാണ് സ്റ്റാഫുകളുടെ ഇടയിൽ ഇങ്ങനെയുള്ള റിവാർഡുകൾ കൊടുക്കുന്നത്. ബെറ്റർ പെർഫോമൻസിന് എന്ത് കൊടുക്കാം? പാരിതോഷികം, റിവാർഡ്സുകൾ കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട് അങ്ങനെ കൊടുക്കുമ്പോ എന്താ സംഭവിക്കുക? അവരെ നല്ല രീതിയിൽ ഇപ്പോ ചെയ്യുന്ന പെർഫോമൻസിനെക്കാട്ടി കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള സ്റ്റാഫുകൾക്കും അതൊരു പ്രചോദനമാണ് അല്ലെ. ചിലപ്പോ അടുത്ത റിവാർഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരായിരിക്കാം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാണ്. ഓക്കെ, അതുവഴി നമുക്ക് മറ്റുള്ള സ്റ്റാഫുകളുടെ ഇടയിലും എല്ലാ സ്റ്റാഫുകളുടെ ഇടയിലും ഓവറോൾ ആയിട്ടും എന്താണ് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താണ്? ഇംപ്ലിമെന്റിങ് പെർഫോമൻസ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആഡിയിൽ നിന്നാണ് കേട്ടോ മുകളിലേക്ക് പോയിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ. എന്താണ്? നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക, വർക്കിംഗ് എൻവയോൺമെന്റ് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം. ട്രീറ്റ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. നമുക്കറിയാം എന്താണ്, അവിടെ വരുന്ന പേഷ്യൻസിന് മാത്രമുള്ള റെസ്പെക്ട് കൊടുക്കേണ്ടതല്ലേ. ആർക്ക് കൊടുക്കണം? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും കൂടിയും റെസ്പെക്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം അവരോടും പെരുമാറാനായിട്ട്. ഇനി മൂന്നാമത്തെ എന്താണ്? പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി. നമ്മൾ പറഞ്ഞു എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ, അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്യുന്നത് വഴി അവിടെ ഏതൊക്കെ മേഖലകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമൻസ്. അപ്പൊ എന്താണ്? എംപത്തറ്റിക് ആയിട്ടും അതുപോലെ തന്നെ ഈ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. നോൺ പെർഫോമൻസിനെ കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നല്ല രീതിയിൽ അവർക്ക് അവരുടെ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടും ആ ഹോസ്പിറ്റലില് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകാരം അല്ലെ, അംഗീകാരവും അതുപോലെ തന്നെ റിവാർഡും ബെസ്റ്റ് പെർഫോമൻസിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്? മറ്റുള്ള സ്റ്റാഫുകൾക്ക് കൂടി അതൊരു മോട്ടിവേഷൻ ആണ് അല്ലെ. അപ്പോൾ നെക്സ്റ്റ് റിവാർഡ് ചിലപ്പോ അവർക്ക് ആർക്കും കിട്ടുന്നത് അവരുടെ ബെറ്റർ പെർഫോമൻസ് ചെയ്യുന്നത് വഴി നെക്സ്റ്റ് റിവാർഡ് കിട്ടുന്നത് ചിലപ്പോ അവർക്കായിരിക്കാം. അപ്പൊ എല്ലാ സ്റ്റാഫുകൾക്കും അതൊരു പ്രചോദനമാണ്. അംഗീകാരവും ഇങ്ങനെയുള്ള റിവാർഡും കൊടുക്കുന്നതിലൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അവരുടെ സ്റ്റാഫുകള് സന്നദ്ധരായി. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നതിന്റെ ആ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങള് 5 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പാരഗ്രാഫ് കൂടി ഒന്ന് വായിച്ചു. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. തേർഡ് വൺ ആണ് എന്താ?
to know lipid and angry patients, അല്ലെ? മൂഡ് ഓഫ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആംഗ്രി ദേഷ്യപ്പെടുന്ന പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? അങ്ങനെയുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നാണ് കൊടുത്തിരിക്കുന്നത്. Every hospital faces a situation where they should deal with the angry patients, അല്ലെ? എല്ലാ ഹോസ്പിറ്റലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും, അല്ലെ? ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കാണാം, അല്ലെ? ഓരോ ഹോസ്പിറ്റലിലും എന്താണ് അവരെ നമ്മള് ഡീല് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പൊ അത് വളരെ എന്താണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ പല സ്വഭാവമായിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ചിലവര് വെറുതെ ചൂടാവുന്നത് കാണാം, അല്ലെങ്കിൽ ചിലപ്പോ ചിലപ്പോ ആ സ്റ്റാഫുകൾ തന്നെ മറ്റുള്ളവരെ മുമ്പിൽ കിടന്നിട്ട് നാണക്കെടുന്നത് കാണാം, അല്ലെ? ഇങ്ങനെ അവർക്കൊന്നും പറയാൻ സിറ്റുവേഷൻ ഒന്നും പറയാത്ത അവസ്ഥ വരുമ്പോ ഇങ്ങനെ ചൂടായിട്ട്, അല്ലെ? നമ്മള് കാണാറുണ്ട്. It's a challenging task to cope with such a patient and escapely when they exhibit their frustrations on hospital. അപ്പോ ഇങ്ങനെയുള്ള ഈ ആംഗ്രി പേഷ്യൻസിനെ, ചൂടാവുന്ന പേഷ്യൻസിനെ നമ്മള് ഡീല് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ്, അല്ലെ? കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിടുക, അവരെ നേരിടാനായിട്ട് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ്, the patients can be upset because of the various reasons. ഇനി ചിലവര് ഇങ്ങനെ ചൂടാകുമ്പോ എന്താണ് ഇങ്ങനെ ആംഗ്രി ആകുന്നത് എന്താണ്? ചില റീസൺസ് കൊണ്ടാണ്. എന്തൊക്കെയാണ് പേഷ്യൻസ് അങ്ങനെ അപ്സെറ്റ് ആവാനായിട്ടുള്ള കാരണങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സച്ച് ആസ് ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ്. ഇല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നിട്ടും മറ്റുള്ളവര് വന്ന് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, അല്ലെ, ഡോക്ടറെ കാണാനായിട്ട്. പക്ഷെ നമ്മളെ കേൾക്കുന്നില്ല. അതൊക്കെ എന്താണ് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്, അല്ലെ, അവരുടെ കയ്യിൽ നിന്ന് വരുന്നത്. അപ്പൊ എന്താണ് അങ്ങനെയുള്ള ആളുകള് ചൂടാവാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, അല്ലെ? നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമ്മളെ പേഷ്യൻസിനെയൊക്കെ മുഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പനിയായിട്ടൊക്കെ വരുമ്പോ ചിലപ്പോ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കാം, അല്ലെ? ചിലപ്പോ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആയിരിക്കാം. അവർക്ക് എന്താണ് കാത്തു നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും, അല്ലെ? അവിടെ കരയുന്നത് കാണാം, അല്ലെങ്കിൽ വേഗം ഡോക്ടറെ കാണാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചിലവരെന്താണ് അപ്പൊ പറയും, ഞങ്ങള് കയറി കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോ പറയും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണല്ലോ എന്ന് പറയാറുണ്ട് നഴ്സുമാരല്ലേ. അല്ലെങ്കിൽ ചില ആളുകളൊന്നും സമ്മതിക്കില്ല നമ്മള് ന്യൂബോൺ ബേബീസിനെയൊക്കെ ഡോക്ടറെ കാണിക്കാനായിട്ട്, അല്ലെ? ചിലവര് നല്ല മനസ്സുള്ളവരുണ്ടാവും, കയറി കണ്ടോളൂ എന്ന് പറയാറുണ്ട്, അല്ലെ? അങ്ങനെയും ചിലപ്പോ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, എന്താണ് തെറ്റായിട്ടുള്ള രോഗനിർണയം നടത്തുന്നത്, അല്ലെ? എന്നിട്ട് പരിശോധിക്കുമ്പോ എന്താണ് താങ്കൾക്ക് ഇങ്ങനെയാണ് അസുഖങ്ങള്, ഇന്നത് കാരണമാണ് ഇന്നത് വന്നിരിക്കുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യണം. ചിലപ്പോ എന്താണ് നേരെ പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ എന്താണ് രോഗികൾ വന്നിട്ട് ഒച്ചപ്പാടെടുക്കാറുണ്ട്, അല്ലെ? പല ഹോസ്പിറ്റലുകളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. ഇനി എന്താണ് നഴ്സുമാര് കൊടുക്കുന്ന കെയറില് അതെന്താണ് നല്ല രീതിയിൽ അല്ല കൊടുക്കുന്നത്, അല്ലെ? അവര് നീഡ്സ് അനുസരിച്ച് വാൻസ് അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പക്ഷെ ഒന്ന് മിസ്ബിഹേവ് ചെയ്യുന്നതും അതുപോലെ നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ കൊടുക്കാത്തതിന്റെയും ആബ്സെൻസ്, അല്ലെ? അങ്ങനെ കൊടുക്കാത്തതിന്റെ കാരണങ്ങൾ അതുകൊണ്ട് ചിലവർ ദേഷ്യപ്പെടാം. അപ്പൊ അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം പേഷ്യൻസ് അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് ഓരോ റീസൺ പറഞ്ഞിട്ട് ചൂടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ചില ന്യൂസുകളിലും കാണാറുണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള ഇപ്പോ എന്താണ് ഗർഭിണി മരിക്കുന്നത്, അല്ലെങ്കിൽ ഗർഭസ്ഥാവസ്ഥയിൽ ശിശു മരിക്കുന്നത്. ചിലപ്പോ സ്കാൻ ചെയ്യുമ്പോ ഒന്നും കാണില്ല, പിന്നെന്താണ് പ്രസവിക്കുമ്പോഴാണ് ചിലപ്പോ കുഞ്ഞ് മരിച്ചതായിട്ട് കാണുന്നത്, അല്ലെ? അങ്ങനെയും പല കാര്യങ്ങള് സംഭവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് വന്നാൽ അവരോട് ചൂടാകുന്നത്, അല്ലെ? ചൂടാകാനായിട്ടുള്ള പല റീസൺസുകളും നമ്മള് കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ഇഫ് ദ ഹോസ്പിറ്റൽ don't address their issues, they might even face legal aid from
patients, hospitals cannot disregard such as situations. So it's better to learn how to cope with the patients. അപ്പോ എന്താണ് ഇങ്ങനെയുള്ള പല റീസൺസും കൊണ്ടും പല പേഷ്യൻസും അപ്സെറ്റ് ആവാം, അതുപോലെ തന്നെ ചൂടാവുന്നത് അല്ലെ. ഓക്കെ, യെസ്, നീഡിൽ ഇൻ ദി സ്റ്റൊമക്ക്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഡെലിവറി കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സിസേറിയൻ കണ്ടൊക്കെ ആയിരുന്നു. അപ്പൊ പേപ്പറിൽ വായിച്ചതാണ് കുറെ നാളായി. അപ്പൊ എന്നിട്ട് ആ കുട്ടിയുടെ വയറ്റില് നീഡിലോ അങ്ങനെ എന്തോ തുണിയോ അങ്ങനെ എന്തോ കിടന്നിട്ട് അങ്ങനെ എന്തോ സിസ്റ്റേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ. അതിൽ നിന്നൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കുകളാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇപ്പോ ഇങ്ങനെ സംഭവിക്കുമ്പോ ഹോസ്പിറ്റലുകാർക്ക് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല, ഇങ്ങനെയുള്ള പേഷ്യൻസിന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ട് കാര്യം നടക്കുന്നില്ല എങ്കിൽ എന്താണ് ഈ പേഷ്യൻസിന് പോയിട്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ലീഗലി മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. കോർട്ടിൽ പോയിട്ട് കംപ്ലൈന്റ്സ് കൊടുക്കാം, ലീഗലി അവർക്ക് കംപ്ലൈന്റ്സ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? രോഗികളെ അവഗണിക്കാതെ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് ഹോസ്പിറ്റലുകാര് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനുള്ള പരിഹാരം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവര് ചെയ്തു കൊടുക്കേണ്ട, ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന തെറ്റാണെങ്കിൽ അവര് ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ചെയ്തു കൊടുക്കണം നിർബന്ധമായിട്ടും, അവരിൽ നിന്ന് വന്ന തെറ്റാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് അവര് സമ്മതിച്ച് അവര് ചെയ്തു കൊടുക്കേണ്ടത്, അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി എന്താണ്? ആസ് എ കെയർ പ്രൊവൈഡർ, hospital need to realize the warning signs and to control the situation before it gets worsened, and need to create best practices and follow them to handle angry patients. അപ്പോ അങ്ങനെ കംപ്ലൈന്റ്സ് കൊടുക്കുമ്പോ കൂടുതൽ കാര്യങ്ങള് വഷളാക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഓരോ കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് നിങ്ങളെ അടുത്തതായിട്ട് കയറ്റാം. ഇപ്പൊ നമ്മള് അപ്പോയിന്റ്മെന്റ് എടുത്ത് കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോ ചില പേഷ്യൻസ് ദേഷ്യപ്പെടാം. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് നമ്മൾ കയർത്ത് സംസാരിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം? അവിടെയുള്ള സ്റ്റാഫുകള് കൂളായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം, അവരെ ഒന്ന് കാമാക്കാൻ ശ്രമിക്കണം. നിങ്ങളിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യൂ, അടുത്തതായിട്ട് ക്ലിയറാം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ എന്താണ്? അവരൊന്ന് പതുക്കെ തണുക്കാനായിട്ട് നോക്കും അല്ലെ. തണുക്കും അല്ലെ. അവർ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പതുക്കെ ഒന്ന് നമ്മുടെ പതുക്കെയുള്ള സംസാരം, കൂളായിട്ടുള്ള സംസാരത്തിൽ അവർ ചിലപ്പോ ഒന്ന് വീഴും. അപ്പൊ അങ്ങനെയുള്ള ഡീലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആംഗ്രി പേഷ്യൻസിനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അവിടെ നോക്കാം. ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആദ്യം എന്താണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത് ഇമേജ് ആണ്, സ്ട്രാറ്റജീസ് ആണ് അവിടെ കിടക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇവർ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു പോയിട്ട് നെക്സ്റ്റ് നമുക്ക് ആ പിക്ചർ നോക്കാം കേട്ടോ. നോക്കാം. What can hospital do to deal with angry patients? ഹോസ്പിറ്റലുകാരെ എങ്ങനെയാണ് ഈ ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ടത്? ഒരു ചെറിയൊരു 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. Take a deep breath and try to remain calm. എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മളോട് കയർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കയർത്തന്നെ നമ്മൾ സംസാരിക്കണോ? പറ്റില്ലല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡീപ് ബ്രീത്ത്, സമാധാനത്തിൽ ഒരു ഡീപ് ബ്രീത്ത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് കാം ആവാനായിട്ട് നോക്കാം അല്ലെ. അങ്ങനെ ചെയ്യണം. പിന്നെന്താണ്? Gather all the details about the patient's diseases and treatment provided. ഇനി എന്താണ്? ആ രോഗിയുടെ രോഗത്തെ കുറിച്ചുള്ള നൽകിയിട്ടുള്ള ആ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിക്കാനായിട്ട് ശേഖരിക്കാനായിട്ട് നോക്കാം. രോഗിയുടെ ഡിസീസസ്, രോഗത്തെ കുറിച്ചും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിക്കാനായിട്ട് ശ്രമിക്കണം.
Spend quality time with the patient to detect reasons behind their outburst. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഔട്ട്ബസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൊട്ടിത്തെറിക്കുക കേട്ടോ, പൊട്ടിത്തെറിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ആംഗ്രി പേഷ്യൻസ് അങ്ങനെ വരുമ്പോ അവരുടെ എന്താ പറയാ, അവരുടെ ആ ദേഷ്യപ്പെട്ടതിന്റെ കാരണം ചിലപ്പോ എന്താണ്, കുറെ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ഉണ്ടായിട്ടോ ആവാം അവരിങ്ങനെ ദേഷ്യപ്പെടുന്നത് അല്ലെ. പല കാര്യങ്ങൾ കൊണ്ട് അവര് എന്താണ് ദേഷ്യപ്പെടാം, ആംഗ്രി പേഷ്യൻസ് ആവാം അല്ലെ. അപ്പൊ എന്താണ് കാരണം, നിങ്ങൾ ദേഷ്യപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഉള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. മനസ്സിലായോ? ഇനി എന്താണ്? ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ്. എന്ത് ചെയ്യാ? എംപതറ്റിക് ആയിട്ട് പെരുമാറുകയും അവരോട് അതുപോലെ തന്നെ അവരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. അവോയ്ഡ് ഗിവിംഗ് എ വേ ടു any arguments and defend against threats. എന്ത് ചെയ്യണം? ആർഗ്യുമെന്റ് ചെയ്യാതെ അല്ലെ. നമ്മളും കയർത്ത് സംസാരിക്കുമ്പോ അവരോട് ആർഗ്യുമെന്റ് ചെയ്യാതെ, അവര് നമ്മളോട് കയർത്ത് സംസാരിക്കുമ്പോ നമ്മൾ അവരോട് ആർഗ്യുമെന്റ് ചെയ്യാതെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ത്രെറ്റ്സ് എന്താ പറയുന്നത്? വലിയൊരു പ്രശ്നമാക്കാതെ വലിയൊരു പ്രശ്നമാക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കണം. ഒരു കൂളാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി ഡോക്യുമെന്റേഷൻ ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലൈന്റ്സ്. പേഷ്യൻസിന് കംപ്ലൈന്റ്സ് ഉണ്ടാകുമ്പോ അതിനെ പരിഗണിക്കുക. ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? What can hospitals do to deal with the angry patients? 6 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ഒന്ന് ബ്രീത്ത് എടുക്കുക, നമ്മളൊന്ന് കാം ആവാ, അതുപോലെ അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസുകൾ ശേഖരിക്കുക. പിന്നെ എന്താണ് ഇങ്ങനെയുള്ള പൊട്ടിത്തെറിക്കാനായിട്ടുള്ള കാരണം, നിങ്ങളെ ദേഷ്യപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവരോട് എമ്പതിയോട് കൂടിയിട്ട് പെരുമാറണം, അവരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ നമ്മൾ അവര് ദേഷ്യപ്പെട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെ നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യാതെ അത് ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. പിന്നെ എന്താണ്? അവരുടെ കാര്യങ്ങൾ എന്താണ്, അവരുടെ ചിലപ്പോ കംപ്ലൈന്റ്സ് ഉണ്ടാവും അല്ലെ. നിങ്ങളെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടെസ്റ്റുകൾ നടത്തിയിട്ട് ഇത് തെറ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അവരോട് ആ കംപ്ലൈന്റ്സ് ഉണ്ടാകുന്നത് അത് പരിഗണിക്കാനായിട്ട് ശ്രമിക്കുകയും ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, 6 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ആ പിക്ചർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇത്ര വരെ ഓക്കെ ആണോ? താങ്ക് യു.